ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് അഖിൽമാരാരുടെയും ഭാര്യ രാജലക്ഷ്മിയുടെയും ബിഹൈൻഡ് വുഡിൽ വർക്ക് ചെയ്തിരുന്ന വീണ മുകുന്ദൻ്റെ സ്വന്തം ചാനലായ ഒറിജിനൽസിൽ വീണയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസം വീണയുടെ ഒറിജിനൽസിൽ വന്ന വീഡിയോയുടെ രസകരമായ 2-3 നിമിഷങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വീണയുടെ ഇൻ്റർവ്യൂവിലെ ഒരു ഭാഗം നമുക്കൊന്ന് ആദ്യം കണ്ടു നോക്കാം. വീണയുടെ കൂടെ തന്നെ നീതൂസ് അക്കാഡമിയുടെ CEO ആയ നീതൂസും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അഖിൽ മാരാരോടൊപ്പം ഉണ്ട്. അപ്പോൾ നീതൂസിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യന് മാരാരുടെ മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി അടുത്ത ചോദ്യം ലക്ഷ്മിയോടാണ്. സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പരിശോധിക്കുന്ന ഡോക്ടറെ നമ്മൾ എന്ത് വിളിക്കും? അപ്പോൾ മാരാരുടെ ക്വസ്റ്റ്യന് മുമ്പ് തന്നെ സ്പോട്ടിലുള്ള മറുപടി നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇനിയും വീണയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് സ്റ്റെതസ്കോപ്പിന്റെ സ്പെല്ലിംഗ് പറയാൻ പറയുന്നത്. അന്നേരവും മാരാർ തന്റെ മാരാരിസം ശരിക്കും പുറത്തെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്റ്റെതസ്കോപ്പിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ വീണയോട് മാരാര് പറയുന്നു, ഇംഗ്ലീഷിൽ ചില വേർഡുകൾ സൈലന്റായി പറയുന്ന ഇടപാട് മഹാമോശമാണെന്നും ഇംഗ്ലീഷുകാർ നമ്മളെ കുഴപ്പിക്കാൻ കാണിച്ച പണിയാണെന്ന് പറയും. വീണയുടെ അടുത്ത മാരാരുടെ ചോദ്യമാണ് മുകേഷിന്റെ സ്പെല്ലിംഗ് എന്തോ ആണെന്ന് ചോദിക്കുമ്പോൾ MUKESH എന്ന് വീണ പറയുമ്പോൾ അതേ സ്പോട്ടിൽ തന്നെ മാരാർ അടുത്ത ചോദ്യം ചോദിക്കുന്നു, മഞ്ചിന്റെ സ്പെല്ലിംഗ് എന്താണ്? അപ്പം MUNCH എന്ന് പറയുന്ന വീണയോട് മാരാരൊന്ന് കൂട്ടി വായിക്കാൻ പറയുമ്പോൾ വീണ പറയുന്ന മറുപടിയും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വളരെ രസകരമായ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗം കാണുവാൻ വീണയുടെ ഒറിജിനൽസ് ചാനലിൽ ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ലിങ്കും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണേണ്ടവർക്ക് അവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.